കോടികൾ മാറിമറിഞ്ഞ മലപ്പുറം തെന്നല സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിന്റെ ചുരുളഴിക്കാൻ പോലീസ്. കോടികളുടെ തട്ടിപ്പിൽ 9 പരാതികളിലാണ് കോട്ടക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബാങ്ക് സെക്രട്ടറിയെ പ്രതിയാക്കിയാണ് മാസങ്ങളായി സമരരംഗത്തുള്ള നിക്ഷേപകർ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. നവകേരള സദസ്സിൽ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചതിനെ തുടർന്നുണ്ടായ ഇടപെടലിലാണ് കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന തെന്നല ബാങ്ക് മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ളതാണ്. ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു നിക്ഷേപ തട്ടിപ്പ് നടന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. നിലവിൽ ബാങ്ക് സെക്രട്ടറി മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. ഇവരെ ചോദ്യം ചെയ്തതോടെ തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങൾ പുറത്തുവരുമെന്നാണ് നിക്ഷേപകരുടെ പ്രതീക്ഷ. 9 പരാതികളിലാണ് കോട്ടക്കൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് പണവും പലിശയും നൽകാതെ കബളിപ്പിച്ചുവെന്നാണ് പരാതികൾ. 80 ലക്ഷം രൂപ നിക്ഷേപിച്ച കോഴിച്ചേരിയിലെ സ്വദേശി, 25 ലക്ഷവും 29 ലക്ഷവും നിക്ഷേപിച്ച മഞ്ചേരിയിലെ ദമ്പതികൾ, 67 ലക്ഷം രൂപ നിക്ഷേപിച്ച എഡ്രിക്കോട് സ്വദേശി, 25 ലക്ഷം രൂപ നിക്ഷേപിച്ച തിരുവങ്ങാടി കൊടക്കല്ലി സ്വദേശി എന്നിവരാണ് പരാതിക്കാർ. ഇവരെ കൂടാതെ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലുള്ള 50ഓളം പേരുടെ പരാതികൾ അടുത്ത ദിവസം നൽകാനാണ് തീരുമാനം. 100 കണക്കിന് നിക്ഷേപകർക്കാണ് നിക്ഷേപം തിരിച്ചു നൽകാനുള്ളത്. പണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ സമീപിക്കുമ്പോൾ ബാങ്ക് അധികൃതർ കൈ മലർത്തുകയായിരുന്നു. ചികിത്സയും മക്കളുടെ വിവാഹം ഉൾപ്പെടെ മുന്നിൽ കണ്ട് നിക്ഷേപം തുടങ്ങിയവരും തട്ടിപ്പിന് ഇരയായവരാണ്. പലതവണ ബാങ്ക് കയറിയെങ്കിലും നിരാശയായിരുന്നു ഫലം. വിവിധ സമരങ്ങൾ നടത്തിയതിനു പിന്നാലെ രൂപവൽക്കരിച്ച സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പുതിയ നീക്കം. നേരത്തെ സഹകരണ വകുപ്പും വിജിലൻസും ബാങ്കിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. അതേസമയം നിക്ഷേപകരിൽ ചിലർ ഇഡിയെയും സമീപിച്ചതായാണ് അറിയുന്നത്. പരാതികളുമായി മുമ്പും നിക്ഷേപകർ പോലീസിനെ സമീപിച്ചിരുന്നുവെങ്കിലും കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളായിരുന്നു പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. രാഷ്ട്രീയമായും വ്യക്തിപരമായുമുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ബാങ്കിലേക്ക് വൻതോതിൽ നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. സമ്മർദ്ദം മൂലം പരാതി നൽകാനും പണം നഷ്ടപ്പെട്ട വിവരം പുറത്തു പറയാനും തയ്യാറാകാത്തവരും നിരവധിയാണ്. മലബാർ ടൈംസ്, ചെമ്മാട്.